രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയതെന്ന് ആരും പറയല്ലോ കേട്ടോ. അത്രയും നല്ല സോഫ്റ്റ് ആണ്. വൈകുന്നേരം വരെ വെച്ചാലും ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയെടുത്തത് കേട്ടോ. കണ്ടില്ലേ, ഇത് ലെയറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാ തയ്യാറാക്കുന്നത് കാണണ്ടേ? കണ്ടില്ലേ, നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും നല്ല കയ്യിലിങ്ങനെ ഒതുങ്ങുന്നുണ്ട് കേട്ടോ. അത്രയും സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. എന്തായാലും ഏത് കറിൻ്റെ ഒപ്പരായാലും നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റുക. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് എന്തെങ്കിലും ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ, കളയണ്ടേ. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ റേഷൻ കടയിലത്തെ അരിൻ്റെ ചോറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചോറായാലും അതിനെ കൊണ്ടൊക്കെ ചെയ്തെടുക്കട്ടോ. ഇത് ഞാനിപ്പോൾ തലേന്ന് വെച്ച ബാക്കി ചോറ് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ വേണമെങ്കിൽ 2-3 മുട്ടയൊക്കെ എടുക്കട്ടോ. ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 ആളെ കണക്കിനാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ. ചോറ് 3/4 ഭാഗം എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നല്ലോണം തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു മുട്ടൻ്റെ അകത്ത് തന്നെ നല്ലോണം തന്നെ അടിഞ്ഞ് വന്നോളേ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. കുറേ നേരം അടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കുറേ നേരം അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് കറക്കിയിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മിക്സിൻ്റെ ജാറിൻ്റെ അകത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈവച്ചിട്ട് നല്ലോണം തന്നെ കുഴച്ചെടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്, കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആട്ടപ്പൊടി വേണ്ടെങ്കിൽ കുറച്ച് മൈദയും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്കില്ലേ ഒരു കപ്പ് മൈദയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ കൈവച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം പൊടി കൂടി പോകണ്ട കേട്ടോ. അപ്പം വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോവും. പിന്നെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല. റേഷൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി. ഞാൻ ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഈ ഒരു ചോറിൻ്റെയോ ആ ഒരു മുട്ടൻ്റെയോ മിക്സിൻ്റെ അകത്താണ് ഞാൻ ഇതിപ്പോൾ നല്ലോണം തന്നെ കുഴച്ചെടുത്തത് കേട്ടോ. നല്ലോണം തന്നെ മിക്സ് ആക്കിയിട്ട് കുഴച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആവണം കേട്ടോ, എന്നാലത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ നല്ലോണം തന്നെ ഞാൻ സോഫ്റ്റാക്കി കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കി മാറ്റണം. കൈൻ്റെ അടിയിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കട്ടെ. ഇതേപോലെ തന്നെ ഇനി ഇത് നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണം അത്രയും വലുപ്പത്തിൽ ചെയ്തെടുക്കട്ടോ. അപ്പം ഞാൻ ചെറിയ ചെറിയ ചപ്പാത്തിൻ്റെ ആ ഒരു വലുപ്പമില്ലേ, ആ ഒരു വലുപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് അമർത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടോ. മുഴുവൻ ബോൾസും ഞാൻ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്ത് ആദ്യം ചെയ്തത് നമുക്ക് പരത്തിയെടുക്കാം. നല്ല നൈസാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ കട്ടി ഉണ്ടാകാൻ പാടില്ല. കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ നല്ല തിന്നാക്കിയിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാ ഭാഗത്തും ഇതേപോലെ ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുക്കുക. എന്നിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഓരോ ഭാഗത്തും കുറേശ്ശെ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതിയേ. നല്ല എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
ഞാനിവിടെ ഒന്നും കൂടി പരത്തിയിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഇത്. ഇപ്പോൾ നമ്മളിതില്ലേ ഇതേപോലത്തെ ഉരുള എടുത്ത് ഇടുന്ന സമയത്ത് പരത്തുന്നതിന് മുമ്പ് ആദ്യം ചെയ്തതൊക്കെ എടുത്തിട്ട് പരത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് നല്ലോണം വലിഞ്ഞു വരിക. അപ്പോൾ ഇതാ നല്ല തിന്നാക്കിയിട്ട് തന്നെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഓയിലാക്കി കൊടുക്കുക, എന്നിട്ട് മടക്കി എടുത്താൽ മതി. അങ്ങനെ മടക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, വലിയ പാടൊന്നുമില്ല. മുഴുവനായിട്ട് ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു മടക്ക് ആദ്യം പരത്തി വെച്ച മടക്ക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതേപോലെ എല്ലാ ഭാഗത്തും ഒരേ ഷേപ്പിൽ മടക്കി പരത്തി കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തതും കൂടെ ഇതേപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ പരത്തിയിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. നല്ല ചൂടായ കല്ലിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം, എന്നിട്ട് ചുട്ടെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നതിന് ശേഷം തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം. നല്ലോണം തന്നെ പൊള്ളച്ച് വരും കേട്ടോ. ഇതാ ബാക്കി പത്തിരിയും കൂടി ഇതേപോലെ തന്നെ ഇട്ടിട്ട് ചുട്ടെടുക്കാം. ബാക്കി പത്തിരിയും കൂടി ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മടക്ക് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ട മാറി നിൽക്കും ഇങ്ങനെ ചെയ്യാൻ വെച്ചാൽ കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു പോകരുത്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ലോണം തന്നെ പൊങ്ങി വരികയും ചെയ്യും. അടിപൊളി പത്തിരിയാണ് കേട്ടോ. ഇത് വൈകുന്നേരം വരെ വെച്ചാലും ഒന്നും ആവുകയില്ല. ഏത് കറിൻ്റെ ഒപ്പരവും നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ.